കൊല്ലം ശാസ്താംകോട്ടയിൽ തെരുവുനായ കുറുകെ ചാടി അപകടമുണ്ടായി. കരുനാഗപ്പള്ളി സ്വദേശി അഖിൽ സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കണ്ണൻ, ഗൗരവമുള്ള പരിക്കാണോ? എപ്പോഴായിരുന്നു സംഭവം? ഈ അധികൃതർ അഖിലിന് പറഞ്ഞിരിക്കുന്നത്, അഖിൽ ഈ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ ഈ ജീവനക്കാരനാണ്. അവിടെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്നലെ രാവിലെ 9 മണിയോടുകൂടി ജോലിക്കായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് ഒരു ബുള്ളറ്റിലാണ് പോയത്. ആ സമയത്ത് റോഡിലൂടെ പോകുന്ന സമയത്ത് റോഡിന് കുറുകെ ഒരു രണ്ട് തെരുവുനായ്ക്കൾ ചാടുകയായിരുന്നു. ആ ഒരു തെരുവുനായയിലിടിച്ച് നേരെ ഒരു ബുള്ളറ്റ് മറിയുകയും കുറേയേറെ ദൂരം ആ റോഡിലൂടെ നിരങ്ങി നീങ്ങുകയുമാണ്. ആ ബുള്ളറ്റിൻ്റെ മുൻഭാഗത്ത് ഒരു സുരക്ഷാ കവചം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് വലിയ പരിക്ക് ഏൽക്കാതെ രക്ഷപ്പെട്ടത്. പരിക്ക് കാലിനൊക്കെ തന്നെ പരിക്കുണ്ടെങ്കിൽ പോലും അഖിലിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ജീവൻ നഷ്ടമാകേണ്ട സാഹചര്യത്തിലുള്ള ഒരു അപകടമായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ടും ആ സുരക്ഷാ കവചം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നുള്ളതാണ്. പ്രദേശത്ത് തെരുവുനായ ശല്യം വളരെയേറെ രൂക്ഷമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കാൽനടക്കാർ, അതുപോലെ തന്നെ ഈ ബൈക്കുകളിലും മറ്റും യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് തെരുവുനായ്ക്കയുടെ ആക്രമണത്തിന് ഇരകളാകുന്നത്. പല സമയങ്ങളിലും കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെരുവുനായയുടെ കടിയേറ്റ് കൊല്ലം ജില്ലയിൽ മാത്രം ഈ വർഷം 2 പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. ഈ തെരുവുനായയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എടുക്കണമെന്നുള്ളൊരു ആവശ്യം ജനങ്ങൾ വലിയ രീതിയിൽ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും ഒരിടത്തും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ ഈ അപകടങ്ങൾ തുടർച്ചയായിക്കൊണ്ട് ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കുന്നത്. ബൈക്ക് അപകടത്തിൽപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയൊരു അപകടമാണ് അവിടെ സംഭവിച്ചത്. കൊല്ലം ശാസ്താംകോട്ടയിലാണ് തെരുവുനായ കുറുകെ ചാടി അപകടമുണ്ടായത്. കരുനാഗപ്പള്ളി സ്വദേശി അഖിലിനാണ് പരിക്ക് പറ്റിയത്. കണ്ണൻ നായരാണ് ആ വിവരങ്ങൾ നൽകിയത്.